വീരധീര സൂറൻ ഡയറക്ടഡ് ബൈ അരുൺ കുമാർ. ഈ ഒരു സിനിമ എങ്ങനെയാണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നാമത് സീറോ എക്സ്പെക്ടേഷൻസ് വെച്ചിട്ട് കാണാൻ പോയ ഒരു സിനിമയാണ്. കാരണം വിക്രമിന്റെ കുറെ സിനിമകൾ പൊട്ടിക്കണം. അപ്പം ഓബ്വിയസ്ലി വരുന്ന ഒരു പ്രതീക്ഷ കുറവ് ഈ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് ഒരു ഗംഭീര പടം ആണ് ഒരു വീരധീര സൂറൻ എന്ന് പറഞ്ഞ ഒരു സിനിമ. ഒന്നാമത് ആ സിനിമ ഇങ്ങനെ ആവാനുള്ള കാരണം വിക്രമാണ്. അതിക്ക് ഞാൻ വരാം. പക്ഷെ ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയിൽ ഓരോ കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ എന്തുണ്ട് ചോദിച്ചു. ഇപ്പൊ ഞാൻ ഈ സിനിമനെ പറ്റിയിട്ട് എന്ത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ സെക്കൻഡ് ഹാഫിലേ വരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഫൈറ്റിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും ആക്ടിങ്ങിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും വിക്രമിന്റെ സ്വാഗിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും സ്വരാജിന്റെ പെർഫോമൻസിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിലും മറ്റേ എസ് ജെ സൂര്യ വില്ലനാണ്. എസ് ജെ സൂര്യന്റെ ആ ഒരു വില്ലൻ ഇതിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിലും ഒക്കെ എല്ലാതും ഇതിൽ വരുന്ന സെക്കൻഡ് ഹാഫിലാണ്. അപ്പൊ ഒരു ചോദ്യം ഫസ്റ്റ് ഹാഫിൽ എന്തുണ്ടെന്നുള്ളത്. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് ഒരു സെക്കൻഡ് ഹാഫ് കാണാനുള്ള ഒരു മൂഡ് എനിക്ക് പേഴ്സണലി ഉണ്ടായി. ഇന്റർവെല്ലൊക്കെ ആവുന്ന സമയത്ത് എന്താണ് ഇത് സംഭവം, എന്താ പ്രശ്നം, എന്താണെന്ന് മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെ ഇരുന്നിരുന്നത്. പക്ഷെ ഇത് സെക്കൻഡ് ഹാഫിൽ കൊണ്ട് കിടക്കുന്ന സമയത്ത് വേറെ ഒന്നത് ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ ആവുന്ന സമയത്ത് മറ്റേ വിക്രമിന്റെ പാസ്റ്റ് ഒക്കെ പറഞ്ഞ അപ്പൊ ഈ പാസ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് ഭയങ്കര ഒലിപ്പിക്കലും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ രസം ഉണ്ടായിരുന്നു. എന്നാലും ഇതൊരു പരിധിക്ക് അപ്പുറത്ത് നമ്മളെ ഇങ്ങനത്തെ ഒരു സംഭവം പ്രതീക്ഷിച്ചിട്ടല്ലോ സിനിമ കാണാൻ പോകണം. അപ്പൊ ഇത് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനത്തെ കുറെ ഇങ്ങനെ എന്തിനോ വേണ്ടി തിളക്കണ സാമ്പാർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുകയാണ്. ഒരൊറ്റ ആക്ഷൻ സീക്വൻസ് ആ സമയത്ത് ഇല്ല. ആകെ മറ്റേ വിക്രമിന്റെ ഒരു ഇൻട്രോ ഉണ്ട്. ഇൻട്രോ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പടത്തിൽ ആ ഫസ്റ്റ് ഹാഫിൽ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെയാണ് സിനിമന്റെ ആ ഒരു സംഗതി മൊത്തത്തിൽ മാറുന്നത്. കാരണം സെക്കൻഡ് ഹാഫിൽ കണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊള്ളിയും തുറന്നു ഇരുന്നിരിക്കും നമ്മൾ അങ്ങനെ എടുത്തിട്ടുണ്ട് ആ സെക്കൻഡ് ഹാഫ്. കാരണം സെക്കൻഡ് ഹാഫ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സീൻ ഉണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഒരു സീൻ എസ് ജെ സൂര്യന്റെ മുന്നിൽ നിന്ന് ഒരു തോക്ക് എടുക്കുന്ന ഒരു സീൻ ഉണ്ട്. മോൻ അതൊക്കെ അതിനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. കാരണം അതാണ് ഇതിൽ അടുത്ത ഒരു ഇൻസിഡന്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. വേണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ക്ലൈമാക്സിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാം. പക്ഷെ ഇതില് ഒരു എന്താ പറയാ അടുത്ത എന്താ സംഭവിക്കും, അടുത്ത ആരാ മരിക്കാൻ പോണത്, എങ്ങനെ കൊല്ലാൻ പോണത്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ തീരെ പ്രഡിക്റ്റബിൾ അല്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതിലൊരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വരാജിന്റെ മുന്നിൽ നിന്നിട്ട് ഒരു സാധനം ഉണ്ട് ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വിക്രമ ചാടിയിട്ട് ഒരു വെട്ട് വിട്ടുണ്ട്. ആ വെട്ട് വെട്ടണ സമയത്ത് തന്നെ ആ ഒരു ഇമ്പാക്ട് അല്ലറ ചില്ലറ തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അങ്ങനെയൊക്കെ തോന്നുന്നത് മെയിൻ ആയിട്ട് ഒരു 3 ഫൈറ്റ് ആണുള്ളത്. അതിൽ ആ ക്ലൈമാക്സിലുള്ള ഒരു ഫൈറ്റിന്റെ ഇമ്പാക്ട് ഇതിൽ വന്നിട്ടുള്ള ഫൈറ്റ് 8ഉം 10ഉം ഫൈറ്റ് അല്ലാന്നുണ്ടെങ്കിലും ആ ഒരു ഇമ്പാക്ട് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഈ ഫസ്റ്റ് ഹാഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം വേൾഡ് ബിൽഡിംഗ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഉള്ളത് പറയാം, എനിക്ക് ബോറടിച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് ഇരുന്ന് കണ്ടത്. അപ്പൊ ക്ഷമയോട് കൂടിയിട്ട് സെക്കൻഡ് ഹാഫ് വരെ ഇരുന്ന് സെക്കൻഡ് ഹാഫിൽ നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോണ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഗംഭീരം. കാരണം ഒന്നാമത് ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ റിട്ടേൺ ആണ്. ഭയങ്കര എഴുതി പൊട്ടിപ്പിച്ചങ്ങോട്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് സിനിമ. അല്ലാതെ ഇത് ഒരു ഗ്യാങ് വാറാണ് ഇതിൽ കാണിക്കുന്നത്. അതിന്റെ എസ് ജെ സൂര്യ വന്ന് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലായി. എന്നിട്ട് പിന്നെ ഈ ഒരു ഗ്യാങ് വാറിൽ കണ്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഗ്യാങ് വാറിന്റെ വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇവിടെ കാണുന്ന പോലത്തെ വടിയിട്ടുള്ള അടിയൊന്നും ഒന്നുമല്ല, നല്ല പക്കാ ഗ്യാങ് വാർ. അത് ആ ഗ്യാങ് വാർ നടക്കുന്ന സമയത്ത്, അതായത് സ്വരാജ് എസ് ജെ സൂര്യനെ തപ്പി നടക്കുന്ന സമയത്തൊക്കെ കുറച്ച് സാധനങ്ങൾ അതൊക്കെ ശരിക്കും ഒരു കെയോസ് നടന്ന ഒരു ഫീല് ആ ഒരു മൊത്തത്തിൽ ആ സ്ക്രീൻ പ്ലേ ആണെന്നുണ്ടെങ്കിലും എന്താ പറയാ ആർട്ട് ആ സെറ്റ് ഇട്ട് വെച്ചിട്ട് ആണെന്നുണ്ടെങ്കിൽ ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സെക്കൻഡ് ഹാഫ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സിനിമ ഒരു പോക്കാണ്. പിന്നെ BGM ഗംഭീര BGM. പക്ഷെ ചില സമയത്ത് ഡയലോഗ് പറഞ്ഞ് കേൾക്കുന്നില്ല. അത് ഞാൻ കണ്ട തിയേറ്ററിന്റെ അവിടുത്തെ പ്രശ്നമാണോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ BGM ഒന്ന് കുറക്കേണ്ട സമയത്ത് ഇത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മുളച്ചിങ്ങനെ നിൽക്കുക ചില സമയങ്ങളിൽ. ഇപ്പൊ ചിലപ്പോൾ വിക്രമം മെല്ലനാവും സംസാരിക്കുന്നത്. ഈ മെല്ലനെ സംസാരിക്കുമ്പോൾ BGMയിൽ എന്തെങ്കിലും ഒരു സൗണ്ട് കുറക്കുക അല്ലെങ്കിൽ സൗണ്ട് ഇല്ലാതെ BGM അവിടെ നിന്ന് മാറ്റി എന്തെങ്കിലും ചെയ്യുന്നു. കാരണം വിക്രമം പറഞ്ഞാൽ ചിലതൊന്നും കേൾക്കണില്ല BGM. കാരണം ചിലപ്പോൾ തിയേറ്ററിന്റെ അടുത്ത പ്രശ്നമാവും, എനിക്ക് അറിയില്ല. ഇനി സിനിമന്റെ പ്രശ്നമാണോ എന്നുള്ള അറിയില്ല. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഈ സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറയുന്നത് സ്വരാജ് ആണ് എന്റെ ഒരു അഭിപ്രായത്തിൽ വിക്രമിന്റെ ഒപ്പത്തിനൊപ്പം പിടിച്ചുന്ന ഒരേ ഒരു ആക്ടർ ഈ സിനിമയിൽ സ്വരാജാണ്. വിക്രമിന്റെ ഒപ്പം അത് നിങ്ങൾ ആരെക്കൊണ്ട് ഒരു കഥാപാത്രം കിട്ടിയിട്ടുണ്ടെങ്കിൽ വിക്രം അഭിനയമില്ല, പിന്നെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ വിക്രമിന്റെ ഒരു സിനിമ ഹിറ്റ് ആവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് തമിഴിൽ ഏറ്റവും അർഹത വിക്രമിനാണ്. വിക്രമിന്റെ ഒരു സിനിമ ഹിറ്റ് ആവശ്യമുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അർഹത ഇല്ല എന്നുള്ളതല്ല. പക്ഷെ വിക്രം ഒരു ക്യാരക്ടറിന് എടുക്കുന്ന എഫേർട്ട് തോന്നുന്ന തമിഴിൽ വേറെ ആരും ഒരിക്കലില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം വിക്രം അങ്ങനെ ജീവിക്കും അങ്ങോട്ട് ഏതൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഒരു ജീവിതം അങ്ങോട്ട് ഈ ഒരു സിനിമയിലും കാണാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ വിക്രം അങ്ങനത്തെ ആക്ടറിന്റെ ഒപ്പം പിടിച്ചു നിന്നത് ഏക ആക്ടർ എനിക്ക് തോന്നുന്നത് മറ്റേ വിക്രമിന്റെ അതേ ഒരു സ്ക്രീൻ ടൈം പിന്നും കിട്ടിയിട്ടുള്ളത് എസ് ജെ സൂര്യക്കും സുരാജിനാണ്. പക്ഷേ സുരാജിന്റെ പെർഫോമൻസ് ഗംഭീരായിരുന്നു. എസ് ജെ സൂര്യന്റെ വില്ലനിസത്തിനെ പറ്റി ഞാൻ പറയണ്ടല്ലോ. പക്ഷെ എസ് ജെ സൂര്യ അങ്ങനെ ഗംഭീര പെർഫോമൻസ് ചെയ്യുന്നത്, പക്ഷെ എക്സെപ്ഷണൽ ആയിട്ട് ചെയ്യാണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സുരാജിന് മാത്രമേ. എനിക്ക് എന്തുണ്ടോ സുരാജിന്റെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ടാണ് തോന്നിയത്. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഞാനൊരു സീന് പറയാം. വിക്രം വണ്ടി ഡ്രിഫ്റ്റ് ചെയ്തിട്ട് ഒരു വെള്ള ഷർട്ടും തോന്നി എടുത്തിട്ട് മറ്റേ ഒരു സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഒരു സീനുണ്ട്. ഒരു സംഭവം ചെയ്യുന്നത്. അതേപോലെ തന്നെ പിന്നെ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷന്റെ അവിടെ നിന്നുള്ള സീന്, പിന്നെ ക്ലൈമാക്സിനുള്ള ഫൈറ്റിൽ വിക്രം ഒരു അരിഞ്ഞാട്ടായിരുന്നു ആ സമയത്തൊക്കെ വിക്രമിന്റെ. അപ്പം
എനിക്ക് തോന്നുന്നത് ഈ ഒരു സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത കാലത്ത് ഈ തമിഴില് ഞാൻ ഇതിന് മുന്നേ എത്ര അധികം വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു മൂവി കണ്ടത് വിജയ് സേതുപതിന്റെ മൂവിയാണ്. അങ്ങനെ പേര് മറന്നു, അതായിരുന്നു മറ്റേ. അതിനുശേഷം ഞാൻ നല്ലൊരു എഴുത്ത് ഇതേപോലത്തെ ഒരു എഴുത്ത് നല്ല ഗംഭീര ഒരു റൈറ്റിംഗ് ഉള്ള ഒരു മൂവി ഞാൻ അതിനുശേഷം തമിഴിൽ കാണുന്നത് പേരും മറന്നു, ഈ ഒരു പടമാണ്. അപ്പൊ എനിക്ക് ഞാൻ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പക്ക ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ അത് സെക്കൻഡ് ഹാഫ് വരെ കാത്തിരിക്കേണ്ടി വരും. സെക്കൻഡ് ഹാഫിനാണ് ഈ പടം കയറി കൊടുക്കുന്നതും സിനിമ ഈ ഞാൻ പറഞ്ഞ സീറ്റ് അടിച്ച് ത്രില്ലർ എന്ന് പറഞ്ഞ ഒരു സംഭവം വരാൻ പോണതും നിങ്ങൾക്ക് അതൊരു പക്ക തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് മാറാൻ പോണതും സെക്കൻഡ് ഹാഫിലാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മൂവിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം എനിക്ക് ഇങ്ങനത്തെ ഈ മൂവീസ് ഗ്യാങ് വാറും കാര്യങ്ങളും കാണിക്കുന്ന മൂവീസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടും. അതല്ലാതെ കുറെ സ്ലോ മോഷൻ തുറുമ്പൂത്തിനും മറിഞ്ഞു മുതലൊക്കെ അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. നിങ്ങൾ സിനിമ കണ്ടു നോക്കുക. പിന്നെ പറഞ്ഞ പോലെ മറ്റേ വിക്രമിന്റെ വൈഫായിട്ട് ഒരു നടി അഭിനയിച്ചിട്ടുണ്ട്, ക്യൂട്ട് ആക്ടിങ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ആകെ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയിട്ട് ഫസ്റ്റ് ഹാഫാണ്. ഒന്നെങ്കിൽ അതൊന്ന് വെട്ടി ചുരുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു പോവുക. അത് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ പോകാൻ പറയാം. അങ്ങനത്തെ ഒരു ഫീല് ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടാണ് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഗംഭീര പടം കണ്ട് കഴിഞ്ഞ ഒരു ഫീല് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക.